ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗം മസൂദ് പെസഷ്കിയാനി വിജയം. സുരക്ഷാ ഉദ്യോഗസ്ഥനായ സയ്യിദ് ജലീലിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇറാൻ ആഭ്യന്തര മന്ത്രാലയമാണ് പെസഷ്കിയാനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിവരം അറിയിച്ചത്. പെസഷ്കിയാന് 16.3 മില്യൺ വോട്ടുകൾ ലഭിച്ചപ്പോൾ ജലീലിക്ക് 13.5 മില്യൺ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, നിലവിൽ ഈ അവിടുത്തെ ആത്മീയ നേതാവിന് താല്പര്യമുള്ള ആളായിരുന്നില്ല ഈ പെസഷ്കിയാൻ എന്നുള്ള വാർത്തകളാണ് പുതുതായി വരുന്നത്. എന്താണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും സിജു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് ഇറാൻ പോയിട്ടുള്ളത്. അതിൽ തന്നെ 80 പേർ നാമനിർദ്ദേശ പട്ടിക നൽകിയതിൽ 6 പേർ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ മസൂദ് പെസഷ്കിയാനാണ് വിജയിച്ചതായിട്ട് അറിയിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സയ്യിദ് ജലീലിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇറാൻ ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. പെസഷ്കിയാന് 16.3 മില്യൺ വോട്ടുകൾ ലഭിച്ചപ്പോൾ ജലീലിക്ക് ലഭിച്ചത് 13.5 മില്യൺ വോട്ടുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആർക്കും തന്നെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് മാറിയിട്ടുള്ളത്. ഇത്തരമൊരു ഘട്ടം ജൂൺ 28 നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു. ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഒരു കുറഞ്ഞ പോളിംഗ് ശതമാനം നടന്ന ഒരു രീതി ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു അവർ അറിയിച്ചിരുന്നത്. ഇറാനിൽ നിയമപ്രകാരം 50% ഏറെ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമാണ് അവർ സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ആദ്യം മുന്നിൽ എത്തിയ 2 പേരെ അവർ അടുത്ത ഘട്ടത്തിലേക്ക് മത്സരിപ്പിക്കും. അങ്ങനെ മത്സരിപ്പിച്ച രീതിയിലാണ് പെസഷ്കിയാൻ വിജയിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. 2005 മാത്രമാണ് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് ഇറാനിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ശരണ്യ നൽകിയത്.